നമുക്കൊരു പ്രിപ്പറേഷൻ ടൈം എന്ന് പറഞ്ഞൊരു ടൈമുണ്ട് 3 minutes. പ്രിപ്പറേഷൻ ടൈം എങ്ങനെയായിരിക്കും യൂട്ടിലൈസ് ചെയ്യേണ്ടത്? ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ ക്വസ്റ്റ്യൻ നല്ലതായിട്ട് വായിക്കുക. പിന്നെ കുറേ ടാസ്കുകൾ നമുക്ക് ബുള്ളറ്റ് പോയിന്റ്സിൽ തന്നിട്ടുണ്ടാവും. തുടങ്ങുന്നതിന്റെ അവിടെ എൻഡ് ലിസ്റ്റ് അല്ലെങ്കിൽ ഔട്ട്ലൈൻ അങ്ങനെയായിരിക്കും. അതിൽ നിന്ന് തന്നെ പേഷ്യന്റ് എങ്ങനെയുള്ള ഒരാളായിരിക്കും. ചിലപ്പം അവസാനത്തെ ടാസ്ക് നമ്മളോട് പറയുന്നത് പേഷ്യന്റിനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഈ ഒരു കോൺവെർസേഷൻ റിലക്റ്റൻ്റ് ആയിട്ടാണ് പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു വേർഡ്സിൽ നിന്ന് തന്നെ പിക്ക് ഔട്ട് ചെയ്ത ഒരു കോൺവെർസേഷനെ പറ്റിയുള്ള ഇമാജിനേഷൻ ആ ടൈമിൽ ആക്കിയെടുക്കുക. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രേസസ് ഇപ്പം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ ആ പേരൻറ്റിനോട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രേസസിന്റെ സ്റ്റാർട്ടിംഗ് ഒന്ന് എഴുതിയിടുമായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമുക്ക് വരണമെന്നില്ല. പിന്നെ അതുപോലെ ഓർഗനൈസേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ പോയിന്റ്സുകൾ ഒത്തിരി നമുക്ക് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ടൈപ്പ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി പോയിന്റ്സ് ലിസ്റ്റ് ഔട്ട് ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ്ലി സെക്കൻഡ്ലി പോയിന്റ്സ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഓർഗനൈസേഷനിൽ മാർക്ക് വീഴാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞാൻ ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്തത്.